ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ്. പപ്പായും മമ്മിയും ബേബിക്കുട്ടനും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ വരുന്നത്. അതുകൊണ്ട് അവർക്ക് വലിയൊരു സർപ്രൈസ് തന്നെയാണ്. അപ്പം ഞങ്ങൾ നാളെ പോകാനാണ് ഇരുന്നത്. അപ്പം ഈ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. അവൻ്റെ ആ റിയാക്ഷനും എങ്ങനെയുണ്ട്, ഞങ്ങളെ കാണുമ്പോൾ എന്താണ് അവൻ്റെ റിയാക്ഷനും കൂടി ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. സമയം 6 മണിയായി, ഞങ്ങൾ ഇറങ്ങി. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അങ്ങനെ ഞങ്ങൾ എന്നും ആണെങ്കിൽ കുന്നൂർ ബർലിയാർ റൂട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നൊരു ചേഞ്ചിന് വേണ്ടി ഞങ്ങൾ കോത്തഗിരി റൂട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എല്ലാ റൂട്ടും ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമല്ലോ. പിന്നെ ആർക്കാണ് ചേഞ്ച് ആഗ്രഹമില്ലാത്തത്? അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ കോത്തഗിരി വഴിയാണ് പോകുന്നത്. ഇവിടെ ആണെങ്കിൽ ആകെ 7 ബെൻഡേ ഉള്ളൂ. പക്ഷെ ഓടിച്ചിട്ടും എത്തുന്നേ ഇല്ലായിരുന്നു. പക്ഷെ അതിമനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റും റോഡൊക്കെ സൂപ്പറായിരുന്നു. നല്ല വീതിയുള്ള റോഡാണ്. ഡ്രൈവിംഗ് ഇഷ്ടമുള്ളവർക്ക് എത്ര വട്ടം ഈ റോഡിൽ കൂടെ ഓടിച്ചാലും അവർക്ക് മതിയാവേ ഇല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് സൂപ്പർ റോഡാന്ന്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തി. അടിപൊളി ചായയായിരുന്നു. ഇച്ചൂട്ടൻ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയപ്പോഴത്തേക്ക് ഇച്ചൂട്ടൻ ചാടി ഇറങ്ങി. എപ്പോൾ ഇച്ചായനാണെങ്കിൽ എന്തെങ്കിലും മേടിക്കാൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം ഇച്ചൂട്ടനും ചാടി ഇറങ്ങി ഇച്ചായൻ്റെ അടുത്തേക്ക് പോകും. നല്ല അടിച്ച പതപ്പിച്ച ചായയായിരുന്നു. പാകത്തിനുള്ള കടുപ്പും മധുരവും ഒക്കെ ആയിരുന്നു. ഇച്ചായനാണ് ഇവിടെ ഷുഗർ കുറച്ച് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് കുറവാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ഇച്ചായൻ്റെ കൂടെ കൂടിയിട്ട് ഞാനും ഇപ്പം മധുരം കുറച്ച് കൂട്ടി. അപ്പോഴാണ് അവിടെ ഒരു പട്ടിയാണെങ്കിൽ ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇച്ചായനാണെങ്കിൽ അവിടെ നിന്ന് ഒരു ബിസ്ക്കറ്റ് മേടിച്ചിട്ട് അതിന് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇച്ചൂട്ടിനോട് പറഞ്ഞു കൊടുക്കാൻ. അവനാണെങ്കിൽ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്നില്ല. അവനത് അവൻ്റെ വായിലെടുക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ജേർണി കണ്ടിന്യൂ ചെയ്യുകയാണ്. ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴാണ് മേട്ടുപാളയം വ്യൂ പോയിന്റ് കണ്ടത്. അങ്ങനെ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയിട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് കുറേ കുരങ്ങുകൾ എവിടുന്നൊക്കെയാ വന്നതെന്ന് അറിയില്ല ഞങ്ങളുടെ വണ്ടിയുടെ മുകളിൽ കയറിയിരുന്നു. അത് കണ്ട് ഞങ്ങൾ ഡോറൊക്കെ അടച്ച്. ഞാനാണെങ്കിൽ ഇച്ചായനോട് പറഞ്ഞു, ഇച്ചായ പോയി വീഡിയോസ് ഒന്നും എടുക്കണ്ടെന്നും പറഞ്ഞിട്ട് ഇച്ചായനെ പോലും ഞാൻ വിട്ടില്ല. അത്രയ്ക്ക് എല്ലാ കുരങ്ങും ഞങ്ങളുടെ വണ്ടിയുടെ മുകളിൽ കയറി ഇരിക്കുകയായിരുന്നു. പിന്നെ ഇച്ചായനാണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ കുരങ്ങും ഓടിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ അവിടെ വീഡിയോ എടുക്കാനേ ഇറങ്ങിയില്ല. അങ്ങനെ ഞങ്ങൾ ബെൻഡൊക്കെ കഴിഞ്ഞ് ഒരു സ്ട്രെയിറ്റ് റോഡിലേക്ക് വന്നു. എന്ത് ഭംഗിയായിരുന്നു എന്നറിയാം. റോഡും അവിടുത്തെ വ്യൂ പോയിന്റ് ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. 2 സൈഡിലത്തെ മരങ്ങളൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്താണെങ്കിൽ സെറ്റ് ചെയ്ത് വെച്ച പോലെ ഉണ്ടായിരുന്നു. സൂപ്പറായിട്ടുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ ടൗൺ ഹാളിൽ വന്നു. ഞങ്ങൾക്കിവിടെ കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ആദ്യം ഞങ്ങൾ വിചാരിച്ചു പോയി ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി പർച്ചേസിങ് ഒക്കെ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അന്നപൂർണ ഹോട്ടലിലേക്കാണ് കയറിയത്. ഞാനാണെങ്കിൽ ആസ് യൂഷ്വൽ മസാല ദോശ ഓർഡർ കൊടുത്തു. ഇച്ചായനാണെങ്കിൽ ഈ പ്രാവശ്യം ഒരു സെറ്റ് പൂരിയാണ് ഓർഡർ കൊടുത്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പർച്ചേസിങ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു ടോയ് ഷോപ്പ് കണ്ടത്. അപ്പം എന്തായാലും എബിക്കുട്ടിന് ടോയ്സ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ എബിക്കുട്ടിനും ഇച്ചൂട്ടിനും വേണ്ടി ടോയ്സ് ഒക്കെ മേടിക്കാൻ കയറി. ചേട്ടനുള്ള ടോയ്സ് ഒക്കെ സെലക്ട് ചെയ്തത് ഇച്ചൂട്ടൻ തന്നെയാണ്. പിന്നെ ഇന്ന് മെയിനായിട്ട് ഇത്രയും നേരത്തെ ഞങ്ങൾ ഇറങ്ങാൻ കാരണം ഞങ്ങളുടെ ചെറിയ മോനാണെങ്കിൽ കാറിൻ്റെ ഡിസ്പ്ലേ ആണെങ്കിൽ ഒന്ന് ഇങ്ങനെ തട്ടിയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അതിൻ്റെ ഡിസ്പ്ലേ അടിച്ചു പോയി. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ മെയിനായിട്ട് ഇന്ന് നേരത്തെ ഇറങ്ങിയത്. ഞങ്ങളാണെങ്കിൽ ഞങ്ങളുടെ ഡിസ്പ്ലേ റെഡിയാക്കിയത് RM ഡെക്കേഴ്സിലാണ്. അപ്പോൾ ഇന്ന് അവിടെ ക്ലോസ്ഡ് ആയതുകൊണ്ട് ഞങ്ങൾ AN കാർസ് ഉക്കടത്തിലാണ് വന്ന് ശരിയാക്കിയത്. അങ്ങനെ നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് ട്രാവൽ ലോഞ്ച്. ഇത് വാളയാറിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലൊന്നും പറയണ്ടല്ലോ. എല്ലാവരും നിങ്ങൾ വീഡിയോസിലും എല്ലാം ഒക്കെ കണ്ടു കാണുമല്ലോ. നമ്മൾ ലോങ് ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാനും ഒക്കെ നല്ലൊരു പ്ലേസ് തന്നെയാണ് ട്രാവൽ ലോഞ്ച്. ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ സത്യമായിട്ടൊരു എയർപോർട്ട് ലുക്ക് തന്നെ ഉണ്ട്. ഈ ട്രാവൽ ലോഞ്ചിലാണെങ്കിൽ ഹൈജീനിക് ടോയ്ലറ്റ്, ബീൻ വാഗൻ കഫേ, സ്ലീപ്പിംഗ് പോഡ്, ട്രാവൽ സ്റ്റോർ, EV ചാർജിങ്, കാർ വാഷ്, പ്രയർ റൂംസ്, അതുപോലെ ഫീഡിംഗ് റൂം എല്ലാം അവൈലബിൾ ആണ്. അതും 5 സ്റ്റാർ ലെവലിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്കാണെങ്കിൽ സ്ലീപ്പിംഗ് പോഡ് കാണിക്കാൻ പറ്റിയില്ല. എന്നിട്ട് അവരവിടെ ക്ലീനിങ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോഴാണ് കസ്റ്റമേഴ്സ് എല്ലാം അവിടുന്ന് പോയതുകൊണ്ട് അവർ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അത് കാണിക്കാൻ പറ്റിയില്ല. സ്ലീപ്പിംഗ് പോഡിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറിന് വിത്ത് റെസ്റ്റ് റൂം 299 ആണ്. അതുപോലെ വേറെ കുറെ അവേഴ്സ് ഒക്കെ മെൻഷൻ ചെയ്തിട്ട് അവിടെ ഒരു ബോർഡ് ഉണ്ട്. കൂടുതലും ആണെങ്കിൽ ട്രാവൽ ലോഞ്ചിലേക്ക് വരുന്നത് നൈറ്റിലാണ് ആൾക്കാർ വരുന്നതെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ വാട്ടർമെലൺ ജ്യൂസ് കുടിച്ചു. അടിപൊളി ജ്യൂസ് ആയിരുന്നു. പിന്നെ കുറേ സ്നാക്സ് ഐറ്റം ഒക്കെ ഉണ്ടായിരുന്നു.
നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇച്ചൂട്ടനാണെങ്കിൽ 3 വട്ടം ആണെങ്കിൽ ഗ്ലാസ്സുമ്മേ പോയി തലയിടിച്ചു. അവൻ ഗ്ലാസ് അവിടെ ഉള്ളത് അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് 3 വട്ടം പോയി ഗ്ലാസ്സുമ്മേ തലയിടിക്കുകയായിരുന്നു. പക്ഷെ അവനും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യായിരുന്നു. അവിടെയൊക്കെ നടക്കാനൊക്കെ അവനും ഭയങ്കര ഇഷ്ടമായിരുന്നു. അവിടെ തന്നെ എൻട്രൻസിലാണെങ്കിൽ ഒരു മസാജിങ് ചെയർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചായനെ എവിടെയെങ്കിലും ഒരു മസാജിങ് ചെയർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാതെ ഇച്ചായനൊരു സമാധാനം ഇല്ല. അങ്ങനെ ഇച്ചായൻ പറഞ്ഞു, നീ ഇച്ചോട്ടിനെ ഒന്ന് നോക്കുമോ, ഞാനൊന്ന് ഒരു മസാജിങ് ഒക്കെ ഒന്ന് ചെയ്തിട്ട് വരട്ടെ എന്ന് ഇച്ചായൻ പറഞ്ഞു. അപ്പം 10 മിനിറ്റത്തേക്ക് 99 റുപ്പീസാണ്. അതിലും അവിടെ തന്നെ ആണെങ്കിൽ റേറ്റും കാര്യങ്ങളും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇച്ചാനോട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു മസാജിങ്. ഇച്ചായൻ പറഞ്ഞു സൂപ്പർ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു മസാജിങ് ചെയ്തപ്പോൾ. അങ്ങനെ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അപ്പം ഞങ്ങളിന്ന് മീൽസാണ് ഓർഡർ കൊടുത്തത്. അടിപൊളി മീൽസായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാലക്കാടിൻ്റെ ഭംഗി ആസ്വദിച്ച് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു പാലം കണ്ടത്. ഇച്ചായൻ പിന്നെ വണ്ടി അങ്ങോട്ടേക്ക് എടുത്തു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം പോയപ്പോൾ 2 സൈഡ് അടിപൊളി പാടമായിരുന്നു, അടിപൊളി റോഡുമായിരുന്നു. 2 സൈഡും പച്ചപ്പ് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഞാൻ ഇച്ചാനോട് ചോദിച്ചു, ഇച്ചായ നമ്മൾ എങ്ങോട്ടാ പോകുന്നേ, ഈ പച്ചപ്പ് എവിടെ തീരുന്നോ, അവിടെ നിന്ന് കഴിഞ്ഞ് നമ്മൾ യൂ ടേൺ എടുക്കുന്നതാണെന്ന് ഇച്ചായൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് കുറേ ആൾക്കാരാണെങ്കിൽ എന്തോ കൃഷി ചെയ്യുന്ന കണ്ടു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പിന്നെ ഇച്ചായൻ പോയി ചോദിക്കുമല്ലോ. ഇച്ചായൻ പോയി ചോദിച്ചപ്പോഴാണ് കൂർക്ക കൃഷിയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. ചൂട് ഒരു രക്ഷയില്ല കേട്ടോ. അതുകൊണ്ട് ഞാനും ഉച്ചൂട്ടനും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല. ഇച്ചായനാണ് പോയി ഇത് കാര്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരോട് സംസാരിച്ചപ്പോഴാണ് ഇവിടെ കാട്ടുപന്നിയുടെ ആണെങ്കിൽ ശല്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവിടെ ഇലക്ട്രിക്കൽ ഫെൻസിങ് ഒക്കെ ചെയ്തിരിക്കുകയാണ്. തൊട്ടപ്പുറത്തെ പാടമൊക്കെ ആണെങ്കിൽ കുത്തിപ്പൊളിച്ചിരിക്കുകയാണെന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഉള്ളിവടയും ബോണ്ടയൊക്കെ ഇരിക്കുന്നത് കണ്ടു. നാട്ടിലത്തെ സ്നാക്സ് ഒരു രക്ഷയില്ല, അത് വേറെ ലെവല് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചായയും ഉള്ളിവടയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ വീട്ടിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ കാറാണെങ്കിൽ വെളിയിലാണ് പാർക്ക് ചെയ്ത് തന്നിട്ട് മെല്ലെ ഗേറ്റ് തുറന്ന് ഞങ്ങൾ അകത്തേക്ക് കയറി. മമ്മി പുറത്തേക്ക് വന്നപ്പോൾ ദേഷ്യത്തോടെ വന്ന എബിക്കുട്ടൻ നല്ല ഓർക്കാണ്. അപ്പോൾ ആരാണ് ഈ വെല്ലടിച്ച് ശല്യപ്പെടുത്തുന്നതെന്നും കൊണ്ട് മമ്മി ദേഷ്യപ്പെട്ട് പുറത്തേക്ക് വന്ന് നിൽക്കുകയായിരുന്നു. ഞങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ മമ്മി ആകെ സർപ്രൈസ്ഡായി. നിങ്ങൾ നാളെ വരാനിരുന്ന ആൾക്കാർ ഇന്ന് തന്നെ എത്തിയോ എന്ന് മമ്മി ചോദിച്ചു. അങ്ങനെ എബിക്കുട്ടനും ഞങ്ങളെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങളെക്കാട്ടിലും ഹാപ്പി ഇച്ചൂട്ടനായിരുന്നു. ഇച്ചൂട്ടനാണെങ്കിൽ ഭയങ്കര ബോറടിയായിരുന്നു എബിക്കുട്ടൻ ഇല്ലാത്തത്. എബിക്കുട്ടനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ മേടിച്ച ടോയ്സ് ഒക്കെ അവന് കൊടുത്തു. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ.